ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏട്ടനും മോനും പ്രോഗ്രാം ഉള്ള കാരണം അവരൊക്കെ പോയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചോറൊക്കെ വെച്ചു, രാവിലെ ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു, തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചാണ് അടുക്കളയിൽ കൂട്ടാനൊന്നും വെക്കണില്ല കേട്ടോ, കാരണം ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ അടുക്കള വൃത്തിയാക്കാനുണ്ട് കേട്ടോ, കാരണം ആകെ അലങ്കോലമായി കിടക്കുകയാണ് അടുക്കള. രാവിലത്തെ തിരക്ക് കാരണം ഒന്നും ചെയ്തില്ല. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കള കാണിക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു, ഗ്യാസൊക്കെ തുടച്ചു, പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി. ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം, മോള് കഴിക്കില്ല ചക്കക്കുരു ഒന്നും, അപ്പം ഞാൻ എനിക്ക് മാത്രം ഇത്തിരി എടുത്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി തക്കാളി രസം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കിലേക്ക് ഞങ്ങൾ അങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ ചക്കക്കുരു കഴിക്കാത്തതുകൊണ്ട് തന്നെ അവളുടേതായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ. അവൾക്ക് അതാണ് ഫേവറേറ്റ്. അവൾക്ക് ഒഴിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. അവൾക്ക് ഉരുളക്കിഴങ്ങോ സോയാബീനോ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ അവൾക്ക് അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അവൾക്കുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കുകയാണ്. ഞാൻ ചക്കക്കുരു ഉപ്പേരി വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് സാധാരണ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണ പോലെ തന്നെ അങ്ങോട്ട് വറവിടുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് സാധാ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ റെസിപ്പികളൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്ത കാരണമാണ് കേട്ടോ കാണിക്കാത്തത്. പിന്നെ ഞങ്ങൾ ഈ നോണ് വെക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റെസിപ്പികളൊന്നും അങ്ങനെ, ഈ വെജിറ്റേറിയൻ മാത്രമല്ലേ കാണിക്കാനുള്ളൂ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും കാണിക്കാൻ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അധിക ദിവസവും സാമ്പാർ, മുളക് കൃഷ്യം, മോര് കറി, അങ്ങനെ മുരിങ്ങ, ചീര, അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കറികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാ ദിവസവും ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ബോറടിക്കില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനതിപ്പോൾ റെസിപ്പികളൊന്നും അങ്ങനെ അധികം ട്രൈ ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് മുളകൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നോക്കിയപ്പോഴേക്കും നല്ല മഴക്കാറുണ്ട്. നിങ്ങൾക്ക് എത്രത്താണ്ട് ക്ലിയറായി കാണുന്നുണ്ട് എന്നറിയില്ല. അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മോള് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അത് അവൾ തന്നെ തനിയെ ചെയ്തോളും. അപ്പോൾ എൻ്റെ ഉപ്പേരി അപ്പുറത്ത് വേവണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തക്കാളി രസവും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ. പിന്നെ പപ്പടം കൂടി കാച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വറുക്കുകയാണ്. ഇത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ. രാവിലെ ചോറ് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ഒരു 12:30 കഴിഞ്ഞ് അടുത്ത് വാർക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ, അപ്പോഴേക്കും കറക്റ്റ് വേവായിരിക്കും കേട്ടോ. അത് കുറുവ അരിയാണേ. റേഷൻ അരിയാണെങ്കിൽ പിന്നെ റൈസ് കുക്കറിലൊന്നും ഇറക്കി വെക്കില്ല, ഗ്യാസിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക.
പിന്നെ അത് കഴിഞ്ഞ് പപ്പടമൊക്കെ കാച്ചുകയാണ്. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ഒരുറക്കം എനിക്ക് നിർബന്ധമാണ്. ഉച്ചയ്ക്ക് കുറച്ച് നേരം എന്തായാലും എനിക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ശീലമുള്ള ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടോ? അധികം ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഉച്ചയ്ക്ക് കുറച്ച് നേരമുള്ള ഉറക്കം കുറേ വീട്ടമ്മമാർക്കൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് തലവേദന വരുവേ. പിന്നെ ഇതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ നോക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ മുളകെടുത്ത് മോരിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുകയാണേ. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു, 4:30 ആയിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ അപ്പം തന്നെ പോയി, പക്ഷെ മഴയൊന്നും ചാറിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചില്ല മുളക്. പിന്നെ ഞാൻ അതൊക്കെ തൈരിലേക്കിട്ട് നന്നായി കുലുക്കി അടച്ച് വയ്ക്കും. പിന്നെ വൈകുന്നേരത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. മിറ്റടിക്കണം, തുണി എടുത്തുകൊണ്ട് വയ്ക്കണം. പിന്നെ പിന്നെ വൈകുന്നേരം ഇവിടെ പാടത്തേക്കൊക്കെ ഇടയ്ക്ക് നടക്കാനൊക്കെ പോകും കേട്ടോ. ഞാൻ ഇന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ ഓരോ പണിയായിട്ട് പിന്നെ മടിയായിട്ടോ. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പാടത്തൊക്കെ പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇതിലിടാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ അതൊന്നും പോയില്ല. പിന്നെ ഇവിടെ കുറച്ച് ചകിരി ഉണ്ട് കേട്ടോ. ഞാൻ തേങ്ങ പൊളിച്ച ചകിരി അവിടെ ഉണങ്ങാട്ടതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റിയിടുകയാണ് ഉമ്മറത്തുനിന്ന്. അടുപ്പൊന്നും കത്തിക്കണില്ല, എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ അധികം 1-2 ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ആ ചകിരിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞ ശേഷം ഞാൻ മിറ്റടിക്കുകയാണ് കേട്ടോ. ഈ മിറ്റം ഇപ്പം മഴ പെയ്യുന്നത് വരെ ഉള്ളൂ കേട്ടോ ഈ വൃത്തിയൊക്കെ. മഴ പെയ്താൽ പിന്നെ മിറ്റത്തിൻ്റെ കാര്യം മഹാ കഷ്ടമാണ്, ഭയങ്കര ചളിയാണ് കേട്ടോ. വേനൽക്കാലത്താണെങ്കിൽ അടിച്ചിട്ട വൃത്തിയായി കിടക്കും കേട്ടോ. മഴക്കാലം വന്നാൽ മഹാ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലും ആകെ എപ്പോഴും ചളിയും വെള്ളമായിരിക്കും മഴക്കാലമായാൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.